ശ്രീ പി എം മനോജ്. ഈ വോട്ടിംഗ് മെഷീൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ട്. കാരണം ഈ ലോകത്തെ പ്രധാനപ്പെട്ട വളരെ സാങ്കേതിക വിദ്യയിലും വികസനത്തിലുമൊക്കെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിലുൾപ്പെടെ ഈ വോട്ടിംഗ് മെഷീനിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സംശയങ്ങളും കൊണ്ടാണ് ആ മെഷീനെ മാത്രം ആശ്രയിക്കാതെ പേപ്പർ ബാലറ്റിനെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമ്മൾ ഒറ്റ ദിവസം സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ലേ ഇത് കൈകാര്യം ചെയ്യുക. അപ്പോൾ ലാല് ചോദിച്ച ചോദ്യവും പ്രസക്തമാണ്. അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് നമുക്ക് കൈകഴുകാൻ പറ്റില്ല. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് മധ്യപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന ആ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ അന്വേഷണവും അതുപോലെ തന്നെ കറക്ഷൻ നടപടികളും വേണ്ടത് തന്നെയാണ് എന്നതാണ് ആ കാര്യത്തിൽ ആർക്കും പറയാവുന്ന ഒരു കാര്യം. അടുത്തത് നമ്മുടെ കോൺഗ്രസിൻ്റെ കാര്യമാണ്. ഡൊമിനിക് പ്രസൻറ്റേഷനും അതുപോലെ മായിൻ ഹാജി ഇവിടെ പറയുന്നത് പണ്ട് ഡൊമിനിക് പ്രസൻറ്റേഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു EMSഉം AKGയും കോൺഗ്രസ് വിട്ട് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ EMSഉം AKGയും പോയതുപോലെയാണ് ഇപ്പോൾ ഈ BJPയിലേക്ക് SM കൃഷ്ണയും അതുപോലെ ND തിവാരിയും റീത്ത ബഹുഗുണയും അങ്ങനെ പറഞ്ഞ ആളുകളൊക്കെ പോകുന്നതെന്ന്. ഇത്രയും ലാഘവത്തോടെയാണ് ഇവർ BJPയെ കാണുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരൻ തന്നെയാണോ എന്നൊരു ചോദ്യം വളരെ ബഹുമാനത്തോടെ ഞാൻ ചോദിച്ചാൽ അദ്ദേഹം ഉത്തരം പറയേണ്ടി വരില്ലേ? കോൺഗ്രസിൻ്റെ നേതൃത്വം ഇങ്ങനെ തന്നെയാണോ കാണുന്നത്? കോൺഗ്രസ് എന്ന ആളുകൾ ഇങ്ങനെ BJPയിലേക്ക് കൊഴിഞ്ഞു പോകുന്നത് പണ്ട് EMS പോയതുപോലെയാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ ബഹുഗുണ പോയി, ഗുണവും പോയി എന്ന്, ജഗജീവൻ പോയി, ജീവൻ പോയി എന്ന് മായിൻ ഹാജി ഞാനും ഒക്കെ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പോക്ക് പോലെയാണോ കാണുന്നത് എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. ശരി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, എനിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാനുള്ള സമയമായി. പക്ഷേ ഇതിനൊരു മറുപടി താങ്കൾ. ഈ പല പാർട്ടി ആൾക്കാർ പോവില്ലേ? പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ എല്ലാ ഈ SP-ന്ന് BSPയിലേക്ക് പോകുന്നു, BSPന്ന് BJPയിലേക്ക് പോകുന്നു. ഈ നോർത്ത് ഇന്ത്യയിലുള്ള പ്രശ്നം നിങ്ങൾ ഈ കേരളം പോലെ കാണുന്ന അവിടെ ഒരു ഐഡിയോളജി പേര് നിൽക്കുന്നവരല്ല. പലരും ഒരു മാസ് മൂവ്മെൻ്റ് ആണ് ഇവിടെ നിൽക്കുന്നു. എന്തെങ്കിലും മെച്ചക്കെട്ട് ചാടി അപ്പുറത്തേക്ക് പോകും. ഇത് അവിടെയൊക്കെ സ്ഥിര ഏർപ്പാടല്ലേ? ഇത് ആ സ്ഥിരം ഏർപ്പാട് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ തിരിച്ചു വന്നില്ലേ? അതും അണികളല്ല, നേതൃത്വമാണ്. കേരളത്തിലേക്ക് വരില്ല, ഒരു സംശയം വേണ്ട. കേരളത്തിലേക്ക് അത് വരില്ല, കേരളത്തിലേക്ക് വരില്ല. നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ സന്തോഷം? നിങ്ങൾ BJP റിക്രൂട്ട് ചെയ്യാനാണോ? സന്തോഷമുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കേണ്ട, എന്ന് വെച്ച് വിട്ടാ മതി. എനിക്ക് സന്തോഷവും ദുഃഖവും ഉണ്ടാകുന്നതല്ല. ഇവിടെ ചില ആളുകൾക്കെങ്കിലും ദുഃഖമുണ്ടാകുന്നു കോൺഗ്രസിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ. കോൺഗ്രസിന്റെ അണികൾക്കെങ്കിലും ദുഃഖമുണ്ടാകുന്നു നേതാക്കൾ ഇങ്ങനെ പോകുമ്പോൾ. അതാണ് ചോദ്യമായി വരുന്നത്. ആളെ പിടിച്ചിട്ടില്ല, CPM പിടിച്ചിട്ടില്ല ഞങ്ങളുടെ ആളെ. ലാലെ, CPM ഞങ്ങളുടെ ആളെ പിടിച്ചിട്ടില്ലേ? നിങ്ങൾ ഈ ആളുകൾക്കെല്ലാം പിടിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന കക്ഷി. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, എന്തായാലും ഒരു പ്രശ്നവുമില്ല, അണികൾക്കിടെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഞങ്ങളുടെ ആളെ പിടിച്ചിട്ടില്ലേ? നിങ്ങൾ 2 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ഷാഹിദ കമാൽ എന്ന ലേഡിയെ പിടിച്ചിട്ട് പോയത് നിങ്ങളല്ല, ശ്രീ PM മനോജിന്റെ പാർട്ടി. പിടിച്ചിട്ട് പോയില്ലേ? PM മനോജ് ഈ കാര്യത്തിൽ ഇപ്പോഴും ഡൊമിനിക് പ്രസന്റേഷൻ BJPയും CPMനെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. അല്ല, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കൾ ഇപ്പോൾ സമ്മതിക്കുന്നത് താങ്കളുടെ പാർട്ടി എന്ന് പറയുന്നത് ഓപ്പൺ ടു ഓൾ ആണെന്നാണ്. ആർക്കും കയറി പിടിക്കാൻ പറ്റുന്ന കുറേ ആളുകൾ നിങ്ങളുടെ പാർട്ടിയിൽ നിരന്ന് നിന്നിട്ടുണ്ട്. കുറേ ആളുകളെ CPM പിടിക്കുന്നു, കുറേ ആളുകളെ BJP പിടിക്കുന്നു. എന്നിട്ട് നിങ്ങൾ നിസ്സഹായത, എല്ലാവരും പിടിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുന്നു. ഇതാണോ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ? അങ്ങനെയാണെങ്കിൽ ആ അവസ്ഥയുടെ, ആ ദുരവസ്ഥയുടെ കാര്യം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിയിൽ നിന്ന് ആള് BJP പോകാൻ ഒട്ടും താല്പര്യമുള്ള ആളുകളൊന്നുമല്ല ഞങ്ങളൊന്നും. നിങ്ങളുടെ പാർട്ടി ക്ഷീണിക്കുന്നത് വലിയ വിഷമത്തോടെ കാണുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് പേരിനെങ്കിലും ഒരു മതനിരപേക്ഷതയുണ്ട്. ആ മതനിരപേക്ഷതയുടെ ആ സ്റ്റേരി ശക്തിപ്പെടണം എന്ന താല്പര്യത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ടു ഓൾ ആയി എല്ലാവർക്കും കടന്നു വന്ന് പിടിച്ച് കൊണ്ടുപോകാൻ പാകത്തിൽ അണികളെ മാത്രമല്ല നേതാക്കളെയും നിരത്തി നിർത്തി കൊടുക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് അങ്ങോട്ട് നടത്താനുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല ശ്രീ ഡൊമിനിക്. ശ്രീ മായിൻ ഹാജി, ഈ കാര്യത്തിൽ ഒരു 10 സെക്കൻഡിൽ താങ്കൾ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ എനിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് ഈ കാര്യത്തിൽ കൃത്യമായി ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നവരെങ്കിലും ചിന്തിക്കുക, ആർക്കാണ് കൃത്യമായി ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് കൃത്യമായി ഉറപ്പ് നൽകാൻ ഇപ്പോൾ ഈ ചർച്ചയിൽ സാധിച്ചിട്ടില്ല. ഈ ചർച്ചയിൽ ഞാൻ പറയാ താങ്കൾ അതിൻ്റെ ഇടപെടരുത്. ഞാൻ പറയാ, ഇവിടെ
കേരളത്തിലെ ചരിത്രം എടുത്തു നോക്കിയാൽ കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് BJP-യിൽ പോയതിനേക്കാൾ ഏറെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നാ പോയത്. നിങ്ങളെ MLA-മാര്, മന്ത്രിമാര്, നിങ്ങളുടെ MLA ആയിരുന്നു അൽഫോൺസ് കണ്ണന്താനം. അദ്ദേഹം ഇപ്പൊ BJP-കാരനാ. നിങ്ങളെ ഏറ്റവും പ്രമുഖനായ നേതാവും കേരളത്തിന്റെ ധനമന്ത്രിയുമായിരുന്നു വിശ്വനാഥ മേനോൻ. പിന്നീട് BJP-യുടെ ഒത്താശയോടുകൂടി, പിന്തുണയോടുകൂടി എറണാകുളം ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ട്. നിങ്ങളെ കൂടെ ഇപ്പം ഭരണത്തിലുള്ള NCP ഗോവയിൽ ഭരിക്കുക. അവരെ കൂടെ നിങ്ങളെ കൂടെയുള്ള ആളുകൾ പോയത്രേ. എത്ര ഈ നമ്മള് CK പത്മനാഭൻ എവിടുന്ന് പോയതാ? BJP-ന്റെ ഇത്രയും തറപ്പിച്ച് താങ്കൾ ചില ഘടകകക്ഷികളുടെയും സ്വതന്ത്രരായി മത്സരിച്ച ആളുകളുടെയും പേരൊക്കെ പറയുമ്പോൾ ഇതേ ശക്തിയോടുകൂടി ഡൊമിനിക് പ്രസന്റേഷനും കോൺഗ്രസ് നേതാക്കൾക്കും പറയാൻ പറ്റുന്നില്ല. അവർ ഇത് പോകുന്നത് സാധാരണ പോക്കാണ്, CPM-ലേക്ക് പോകുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ ആ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ശ്രീ PM മനോജ്, ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആരെയും പ്രതിയാക്കാം എന്ന രീതിയിൽ ഇന്ന് ഈ വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കേസ് എടുത്തപ്പോൾ കോടതി ഒരു പരാമർശം നടത്തി, കേരളത്തിൽ ആരെയും പ്രതിയാക്കാമെന്ന അവസ്ഥയാണ് എന്ന്. അതേപോലെ മറ്റൊരു ഘട്ടം ഇന്നുണ്ടായി, ചില ആളുകൾക്ക് ജാമ്യം കിട്ടി, മനുഷ്യാവകാശ പ്രവർത്തകരാണ് ഇവർ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ കാര്യങ്ങളും ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങാവുന്ന ഒരവസ്ഥയാണത്. കോടതി ഇന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരായിട്ടുള്ള സമരം നയിക്കുന്ന ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. കാരണം സ്വാശ്രയ കോളേജുകൾക്കെതിരായിട്ടുള്ള ശക്തമായ സമരം കേരളത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്, ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജിഷ്ണു പ്രണോയിയുടെ മരണം, ആ മരണത്തെ തുടർന്ന് കേരളത്തിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ പ്രക്ഷോഭം തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി കോളേജിലും നടന്നത് മഹാ തോന്നിയാസമാണ്, അതിൻ്റെ ഭാഗമായിട്ടും സമരം നടക്കുന്നു. അങ്ങനെ സമരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണോ ആരോപണ വിധേയരാകുന്നത് അവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാവും. അങ്ങനെ പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാകുമ്പോൾ അല്പം കൂടി എന്ന് പറയുമ്പോൾ സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൊള്ളയുടെയും കൊള്ളരുതായ്മയുടെയും അതിൻ്റെ രൂക്ഷത മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് നിലപാടുണ്ടാകണമെന്ന് നാം ആകെ പ്രതീക്ഷിക്കും. പക്ഷേ നിയമത്തിൻ്റെ സാങ്കേതികതയായിരിക്കും. എന്നാൽ പോലും അത് നിരാശാജനകമാണ് എന്ന് പറയുന്നതിൽ ഒരു തർക്കമില്ല. രണ്ടാമത്തത്, ഇന്ന് 5 പേർക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ 10-30 വർഷമായി വിദ്യാർത്ഥി പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട്, ആ 30 വർഷം മുമ്പ് എനിക്കെതിരെ ഉണ്ടായ കേസുകൾക്ക് ഇപ്പോൾ എണ്ണുന്നതിന് ഒരു അർത്ഥമില്ല. എന്നാൽ പലതവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇതേപോലെ 143, അത് 353, ഇങ്ങനെ പോലീസിനെ തടസ്സപ്പെടുത്തൽ, ഇങ്ങനെയൊക്കെ നിരവധി പിന്നെ ചാർജുകളുമായി ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് സമരം ചെയ്യാൻ, അന്തസ്സായിട്ട് സമരം ചെയ്യാൻ പോയി അവിടുന്ന് പോലീസിൻ്റെ അറസ്റ്റിൻ്റെ വിധേയരായിട്ടാണ്. ഇവിടെ സമരം നടക്കുന്നിടത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പോയി 5 പേരെ പിടിച്ചു. അവർക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്തു, അവർ പിന്നെ കോടതിയിൽ ഹാജരാക്കി, അവർക്കെതിരെ FIR ഇട്ടു, അവരെ റിമാൻഡ് ചെയ്തു. അവർക്ക് പിന്നീട് തുടരന്വേഷണത്തിൽ അല്ലെങ്കിൽ തുടർന്നുള്ള അന്വേഷണത്തിൽ അവർക്കെതിരെ കൂടുതൽ ചാർജ് വന്നു. ആ അഡീഷണൽ ചാർജായിട്ട് കോടതിയിൽ ഫയൽ ചെയ്തു. പിന്നീട് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. തുടരന്വേഷണം നടക്കുന്നു, അന്വേഷണം തുടരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പിന്നെ കോടതിയിൽ നിന്ന് ജാമ്യം കൊടുക്കുന്നു. അതാണ് ഉണ്ടായത്. അതിനെ അതായത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, MSFകാരുണ്ട്, ശ്രീ മൈൻ ഹാജി, അതുപോലെ ABVPക്കാരുണ്ട്. ഇവരൊക്കെ ഇതുപോലുള്ള സമരമുഖങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലാവുകയും അത് കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി വന്ന് ജാമ്യമെടുത്ത് ഇറങ്ങി വന്ന് പിന്നീട് വീണ്ടും സമരം ചെയ്യുന്ന അനുഭവം കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട്. അതിനിടയിൽ ഒരു പൊതുപ്രവർത്തകൻ, ഇദ്ദേഹം മാത്രമാണ് പൊതുപ്രവർത്തകൻ തോന്നും, നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസത്തെ ചർച്ച കേട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ അവതരിക്കുകയും അയാൾ സർവ്വ നന്മകളുടെയും പ്രതീകമാവുകയും അയാളെ അറസ്റ്റ് ചെയ്തത് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാനേ പോയത്, അല്ലാണ്ട് അവിടെ മത്തിക്കച്ചവടം നടക്കുന്നതുകൊണ്ട് പോയതല്ലല്ലോ, ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ പോയതാണ്. അങ്ങനെ പിടിക്കപ്പെട്ടു, പോലീസുകാരനെ കൊങ്ങയ്ക്കാ പിടിച്ചത്. എന്നിട്ട് എന്താ പറഞ്ഞത്? നീ കൃഷ്ണദാസിൻ്റെ പോലീസല്ലേടാ. സാധാരണഗതിയിൽ പോലീസുകാരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും, സംശയമില്ല. എന്നിട്ട് അത് വളരെ ദയനീയമായൊരു കാര്യം, അതിനെപ്പോലും ന്യായീകരിക്കാനും അത് അത്തരം പ്രവൃത്തി ചെയ്തത് മഹാകാര്യമാണ്, അവർ പൊതുപ്രവർത്തകരാണ്, നന്മയുടെ പ്രതീകങ്ങളാണ് എന്ന് പറയാനും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ്റെ പാർട്ടി നേതൃത്വം തയ്യാറായി എന്നതിലാണ് വിഷമമുള്ളത്. യെസ്, കൃത്യമായി. ഞാൻ ശ്രീ പത്മകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ കാര്യത്തിൽ നിങ്ങളുടെ പാർട്ടി എടുത്ത നിലപാടാണ് കൃത്യമായി ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. പഴയതുപോലെ അല്ല. എവിടെയെങ്കിലും ഏതെങ്കിലും അമ്മമാർ ഒരു സമരം നടത്തി അവരുടെ കണ്ണുനീർ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിനോടൊപ്പം നിന്നുകൊണ്ട് ആളെ പിടിക്കുക, വോട്ടാക്കുക എന്നുള്ള പഴയ തന്ത്രമൊന്നും ഇത് ഒരുപാട് സിനിമകളിൽ കണ്ട് ഇപ്പോൾ ചിലവാകുന്ന ഒരു ഘട്ടമല്ല എന്നുള്ളത് കേരളം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാധ്യമ സ്ഥാപനത്തെ പോലും ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചതിൻ്റെ പേരിൽ കേരള മനസാക്ഷി വല്ലാതെ തള്ളിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഭാഗം എവിടെയാണ്? ഒരു കാര്യത്തിൽ ഈ ജിഷ്ണു പ്രണോയിയുടെ പ്രതിയെ പിടിക്കണമെന്ന കാര്യത്തിൽ മഹിജ, ആ
ജിഷ്ണു പ്രണോയുടെ മാതാവ് നടത്തിയ സമരം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നിയമം അറിയാവുന്ന ഒരു പാർലമെന്ററി സംവിധാനത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ പാർട്ടി എടുത്ത നിലപാട് എന്താണ്? അതിനോടൊപ്പം കേരളത്തെ നിർത്താൻ, സർക്കാരിനെ കൊണ്ടുവരാൻ ശ്രമിച്ചതിന്റെ ഫലമായി എന്താണ് പറ്റിയത്? പിറ്റേ ദിവസം കോടതി ചോദിച്ചത് എന്താണ്? ഇവരെ അറസ്റ്റ് ചെയ്തത് എന്തിനായിരുന്നു ഈ തിടുക്കം എന്ന് ചോദിപ്പിച്ചത്. അതിന് ഉത്തരവാദിത്വം നിങ്ങൾക്കുമുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്? ശ്രീ ഷാജഹാനെ പോലെയുള്ള ആളുകൾ ഈ DGP ഓഫീസിൽ പോലീസുകാരെ തടയാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ നടത്തിയ സമരത്തിന് അവരെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ നിങ്ങളതൊരു മനുഷ്യാവകാശ പ്രശ്നമായി അവതരിപ്പിച്ച് വീണ്ടും കേരളത്തിൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ചർച്ചയുമായി എത്തി. എന്താണ് ശരിക്കും നിങ്ങളുടെ നിലപാട് ഈ കാര്യങ്ങളിലൊക്കെ? ഇതിൻ്റെ അകത്ത് ലാല് പറഞ്ഞത് 2 വിഷയമാണല്ലോ പറഞ്ഞത്. ഒന്ന്, ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതി ജാമ്യം കൊടുക്കാൻ കാര്യം? എന്താണ് ചാർജ് അവരുടെ പേരിലുള്ളത്? കൊലക്കുറ്റം ഇല്ലല്ലോ, പ്രേരണാ കുറ്റമാണ്. ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് എത്ര ദിവസം ജയിലിലിടാൻ പറ്റും? കോടതി ജാമ്യം കൊടുക്കില്ലേ? നിങ്ങളുടെ പോലീസിന് പറ്റിയ പാളിച്ചാണ് അത്. ഞങ്ങളെ കുറ്റപ്പെട്ട കാര്യമുണ്ടോ? ജിഷ്ണു പ്രണോയുടെ കുടുംബത്തിനും നടത്തുന്ന ഒരു കേസിന്റെ കാര്യത്തിലാണ് നിങ്ങൾ ഈ രീതിയിൽ അവരെയും തെറ്റിദ്ധരിപ്പിച്ച് DGP ഓഫീസിന്റെ മുമ്പിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ എതിർത്താലും ജാമ്യം കിട്ടും, അത്രേ വകുപ്പുള്ളൂ. വളരെ ചെറിയ വകുപ്പ്. ഞാനിന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കൊടി കാണിച്ചതിന്റെ പേരില് ഞങ്ങളുടെ 3 പിള്ളേരാൻ ജയിലിൽ പോയി കണ്ടിട്ട് ഒരു ആലുവ കിടപ്പുണ്ട്. 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കൊടി കാണിച്ചതിന്റെ പേര് ഞങ്ങളുടെ 3 പിള്ളേരെ ജയിലിൽ ഞാൻ പോയി കണ്ടിട്ട് വരും. ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, ഇനിയും കരിങ്കൊടി കാണിക്കും. അപ്പൊ ഇതൊക്കെ ഇവിടെ സ്വാഭാവികമാണ്. ബഹളം ഉണ്ടാവും, ഇതുണ്ടാവും. പിന്നെ ഈ ജിഷ്ണു കേസ് അവർക്ക് ജാമ്യം കിട്ടാനുള്ള ഇതൊക്കെ ഇപ്പോൾ ഒരു കേസിൽ വന്നപ്പോൾ മാത്രം അതൊരു വലിയ മനുഷ്യാവകാശ പ്രശ്നമാണ് എന്ന രീതിയിലേക്ക് നിങ്ങൾ ആ ഒരു ഭാഗം കത്തിക്കാൻ ശ്രമിച്ചത്, പല തെറ്റിദ്ധാരണകൾ വളർത്താൻ ശ്രമിച്ചതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി എന്നാണ് പറയാൻ ശ്രമിച്ചത് ഞാൻ. ഷാജഹാന്റെ ഇഷ്യൂവിൽ ഷാജഹാൻ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അവിടെ ഒരു കോൺഫറൻസ് പറഞ്ഞു. ആ കോൺഫറൻസ് ഇല്ലെന്ന് ഈ ജിഷ്ണുവിന്റെ അമ്മയുമായി ഉണ്ടാക്കിയ കരാറിൽ ഗവൺമെന്റ് സമ്മതിച്ചില്ലേ? കോൺസ്പിറസി ആരുമായിട്ടാണെന്ന് ഇനി പോലീസ് കണ്ടുപിടിക്കണം, അതിനെ അന്വേഷിക്കാൻ വിടണം. അല്ലാതെ മാധ്യമ ചർച്ചകളിലും പൊതു പ്രസ്താവനകളിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? പോലീസ് അന്വേഷിച്ചാലല്ലേ ഈ കോൺസ്പിറസി അറിയാൻ സാധിക്കൂ, ആരുമായിട്ടാണെന്ന് അറിയാൻ സാധിക്കൂ. ജാമ്യം കൊടുക്കേണ്ടി വന്നില്ലേ? നിങ്ങള് ഈ വൈദ്യനിര്യാന ബുദ്ധി അവസാനിപ്പിക്കുക. ഷാജഹാനോടുള്ള ദേഷ്യം എന്താ മുഖ്യമന്ത്രിക്ക്? ഷാജഹാനോടുള്ള വ്യക്തിപരമായ വിദ്വേഷമല്ലേ? പോകേണ്ടതുണ്ട്. ശ്രീ JR പത്മകുമാർ, ഈ വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രശ്നത്തിൽ കോടതി ഇന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ആ ഭാഗത്ത്, മാനേജ്മെന്റിന്റെ ഭാഗത്ത്, അവിടെയാണ് നിങ്ങളുടെ പാർട്ടി നിൽക്കുന്നത് എന്നാണ് ഇന്ന് ശ്രീ AN രാധാകൃഷ്ണനെ പോലെയുള്ളവരുടെ പ്രസ്താവനകൾ കണ്ടപ്പോൾ, മാധ്യമങ്ങളോട് സംസാരിച്ചത് കണ്ടപ്പോൾ തോന്നിയത്. ഈ ജിഷ്ണു പ്രണോയുടെ കാര്യത്തിൽ വിദ്യാർത്ഥിയോടൊപ്പം നിൽക്കുന്ന BJP എന്ന് തോന്നിപ്പിക്കുന്നു ചില ഘട്ടത്തിൽ. ഈ കാര്യം വരുമ്പോൾ മാനേജ്മെന്റിന്റെ കെട്ടിടങ്ങൾ അടിച്ചുപൊളിച്ച വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് എതിരായുള്ള വർത്തമാനം പറയുന്നത് കേൾക്കുന്നു. അവിടെ SNDP ആണ് അല്ലെങ്കിൽ BDJS ആണ് വലുത് എന്നൊരു മറ്റൊരു രാഷ്ട്രീയം നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഈ മനുഷ്യാവകാശ പ്രവർത്തകരുടെ പേരിൽ ഇപ്പോൾ ഉണ്ടായ പ്രശ്നം കാണുമ്പോൾ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയെ പോലുള്ളവർ മാധ്യമങ്ങളിൽ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നത് ആ കാര്യത്തിൽ DGP ഓഫീസിന് നേരെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത് എന്ന തരത്തിൽ പറയുന്നത് പോലെ തോന്നുന്നു. നിങ്ങളുടെ നിലപാടുകൾ ശരിക്കും എന്താണ്? അല്ല, ഇത് നമ്മുടെ ഈ ചർച്ച മാത്രം ലാലിൻ്റെ ഇത് വാക്കുകൾ മാത്രമല്ലല്ലോ ആളുകൾ കേൾക്കുന്നതും വിശ്വസിക്കുന്നതും. താങ്കൾ പറയുന്നത് മാത്രമാണ് വിശ്വാസം. ഇതിൽ യഥാർത്ഥത്തിൽ ആരാണ് ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ കോടതിയിൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ പിടിപ്പുകേട്, പ്രോസിക്യൂഷൻ്റെ പിടിപ്പുകേടാണ്, അന്വേഷണത്തിൻ്റെ പിടിപ്പുകേടാണ്. എന്തൊക്കെ നിങ്ങൾ പ്രചരണം നടത്തിയാലും അല്ല, ചാനൽ വഴിയായാലും അതാണ് പറയാൻ പോകുന്നത്.
അതാണ് പറഞ്ഞത്. എന്തൊക്കെ ചാനൽ വഴി നടത്തിയാലും CPM കള്ളപ്രചരണം നടത്തിയാലും ഈ ഇഷ്യൂവിൽ വിദ്യാർത്ഥി ഇഷ്യൂവിലും ജിഷ്ണു പ്രണോയിയുടെ ഇഷ്യൂവിലും പിണറായി വിജയന്റെ ദേഹത്ത് പതിച്ചിട്ടുള്ള പാപത്തിന്റെ കറ കഴുകി കളയാൻ പറ്റില്ല. അല്ല, അത് തന്നെ പറയാം, രാഷ്ട്രീയം തന്നെ പറയുന്നത്. ഞാൻ അത് പറഞ്ഞോട്ടെ, രാധാകൃഷ്ണൻ പറഞ്ഞ മറുവശം എന്താണ്? അല്ല, അത് തന്നെ ഞാൻ പറയാൻ പോകും. നിങ്ങൾ എനിക്ക് പറയാനുള്ള അവസരം തരൂ. ഈ ഇഷ്യൂ ജിഷ്ണു പ്രണോയിയുടെ ഇഷ്യൂ അല്ലെങ്കിൽ DGP ഓഫീസിന്റെ ഇഷ്യൂ, MA ബേബിയുടെ നിലപാട് എന്തായിരുന്നു? ഇത്രമാത്രം വിശുദ്ധ സ്ഥലമായിരുന്നോ അത്? ആർക്കും പരാതി? നിങ്ങൾ MA ബേബി നിങ്ങളുടെ പാർട്ടിയിലുള്ള അല്ലല്ലോ, ഞാൻ അങ്ങനെ പറയല്ലോ. നിങ്ങൾ അത് കണ്ടിട്ടാണോ പഠിക്കുന്നത്? MA ബേബിക്ക് ജയ് വിളിക്കുകയായിരുന്നു നിങ്ങൾ ചെയ്തത്. ശ്രീ AN രാധാകൃഷ്ണൻ വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിൽ എന്തുകൊണ്ട് മാനേജ്മെന്റിന് വേണ്ടി വാദിച്ചു? ഒരിക്കലും ബാധിച്ചിട്ടില്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ. ഒരിക്കലും ബാധിക്കില്ല. അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി, അത് അന്വേഷണം നടത്തേണ്ട അന്വേഷണ ഏജൻസി നിങ്ങളല്ലേ. നിങ്ങൾ വെച്ചാൽ CPM ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പല്ലേ, അവരെല്ലാം നടപടി എടുക്കാനുള്ളത്. ആ നടപടിയെ ചെറുക്കാൻ ആരെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിൽ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ തിരുവനന്തപുരത്ത് നടന്നത് എന്താ? ഈ വളരെ സ്പഷ്ടമായ രീതിയിലുള്ള ജനാധിപത്യ ധ്വംസനമല്ലേ തിരുവനന്തപുരത്ത് DGP ഓഫീസിനാണ് നടന്നത്? എല്ലാവർക്കും അറിയാമല്ലോ. ആ ജനാധിപത്യ ധ്വംസനത്തിൽ BJP ചങ്കൂറ്റത്തോടു കൂടി സമരം നടത്തുന്നല്ലോ. ആ കാര്യത്തിൽ മഹിജ എന്ന വനിത മുഖ്യമന്ത്രിയുമായി സംസാരിച്ചും സർക്കാരുമായി സംസാരിച്ചും ഇടനിലയ്ക്ക് നിന്ന വക്കീലന്മാരുമായി സംസാരിച്ചുണ്ടാക്കിയ കരാറിൽ അവർ തൃപ്തരാണ്. എന്ത് പറയുന്ന ഒരു പഴയകാല SFI നേതാവ് അവരുടെ മകൻ ഇപ്പോഴും മരിക്കുന്നത് വരെയും പിണറായി വിജയനെ മനസ്സിൽ വെച്ച് ആരാധിച്ചിരുന്ന ഒരാളുടെ ഈ രീതിയിൽ ആ മരണം സംഭവിച്ചതിന് ശേഷം മുതലാളിമാർക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയും ഭരണകൂടവും എന്ത് നിലപാടാണ്? മുതലാളിമാർക്കൊപ്പം നിങ്ങൾ പറയൂ. എല്ലാവർക്കും അറിയാലോ. ശ്രീ PM മനോജിനോട് ചോദിക്കാം, ഉത്തരം വാങ്ങിക്കാം. അതായത് ഈ സർക്കാർ ഈ കഴിഞ്ഞ 94 ദിവസം ജിഷ്ണു പ്രണോയ് മരിച്ചതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ചെയ്തതെല്ലാം അവർ തൃപ്തരാണ്. മഹിജ ഉൾപ്പെടെയുള്ളവർ തൃപ്തരാണ്. ആ കാര്യത്തിൽ നിങ്ങൾ ഉൾപ്പെടെ സാന്ദർഭികമായി രാഷ്ട്രീയം കളിച്ച് ആ കാര്യത്തിൽ ഡൊമിനിക് പ്രസന്റേഷന്റെ പാർട്ടിയും ഉത്തരം പറയേണ്ടതുണ്ട്. ഒരു SUCA പോലുള്ള പാർട്ടികൾ ഉത്തരം പറയേണ്ടതുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി രാവിലെ ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ കാര്യത്തിൽ മാധ്യമങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായി ഉത്തരം പറഞ്ഞു. മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ഇല്ലാതെ ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു പോവുകയാണ് ഉണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, പൊതുസമൂഹം ഉയർത്തിയ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ തമാശയാണെങ്കിൽ പോലും ഒരു ഹിമൽ ഭദ്രാനന്ദ വിളി ഇറങ്ങിയിട്ട് പറഞ്ഞു, എന്നെ DGP പറഞ്ഞിട്ടുണ്ട് 10-നും 11-നും 12-നും ഇടയ്ക്ക് കാണാൻ വരാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഇന്ന് വരെ പോലീസ് അധികാരി അത് നിഷേധിച്ചിട്ടുണ്ടോ? എന്താ നിഷേധിക്കാത്തത്? വഴിയെ പോയ ആളുകളെ പിടിച്ചിട്ട് കേസിൽപ്പെടുത്തിയിട്ട് അയാൾ എന്നെ തമാശ ചോദിച്ചതാണ്, ഞാൻ എന്തോ ഫെവിക്കോളാണോ ശക്തിപ്പെടുത്താനെന്നുള്ളതാണ്. ഇത്രയും നാണം കെട്ട വഴിയെ പോയ ആളുകൾ എല്ലാവർക്കും. പത്മകുമാർ, എന്റെ ഒരു ചോദ്യം ഇതാണ്, ഞാനിത് നിരീക്ഷിച്ച് മോഡറേറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെ ഈ DGP ഓഫീസിന് മുമ്പിൽ നടക്കാൻ പാടില്ലാത്ത ഒരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ മുൻപ് എന്ത് പ്രക്ഷോഭം ഉണ്ടായത്? DGP ഓഫീസിന് മുമ്പ് ഈ ഹൈക്കോടതിയിൽ നടത്തിയിട്ടില്ലേ? നരേന്ദ്രമോദിയോട് ചോദിക്കേണ്ട ചോദ്യത്തിന് നരേന്ദ്രമോദിയോട് ചർച്ച ചെയ്യാൻ പോകേണ്ടവരൊക്കെ ഡൽഹിയിൽ പോയിട്ട് ഏതെങ്കിലും പട്ടാള ക്യാമ്പിന് മുമ്പിലോ അതല്ലെങ്കിൽ ഇത് പ്രഖ്യാപിച്ചു 2 തവണ ഡേറ്റ് മാറ്റി, ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ DGP ഓഫീസിലെ നടയിലേക്ക് ഞങ്ങൾ സമരത്തിന് പോകും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടല്ലേ വന്നത്? DGP ഓഫീസിന് മുമ്പിൽ നടന്ന സമരമായിരുന്നു അതോ ചർച്ചയ്ക്ക് ചെയ്യാൻ പോയ? ഇല്ലല്ല, അവര് സമരം പ്രഖ്യാപിച്ചിട്ട് വന്നു. അപ്പോഴത്തേക്ക് DGP വിളിച്ചു, ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കണം, സംസാരിച്ച് പ്രശ്നം പരിഹരിക്കണം. പിന്നെ സമരത്തിന്റെ അവരോട് ഇവിടെ സമരം ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിലായിരിക്കണം. SI എന്ന് പറഞ്ഞത് അവിടെ എന്താ ചെയ്തത്? ഞാൻ ചോദിച്ചോട്ടെ, ഒരു DGPയെ കാണാൻ 6 പേര് 16 പേര് കയറി ചെന്നാൽ DGP പേടിച്ചു പോവോ? എന്ത്, ഇത് ജനാധിപത്യ രാജ്യമല്ലേ? അല്ലേ? ഇതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയല്ലേ ഭരിക്കുന്നത്? DGP ഓഫീസിലേക്ക് പോകേണ്ടത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ബന്ധമുള്ളവർ മാത്രമാണോ DGP ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നതാണ്? ഞാൻ ചോദിക്കട്ടെ, അച്ഛനും അമ്മയും അമ്മയും ബന്ധുക്കളുമാണ് DGPയെ എന്ന് പറയുമ്പോൾ അവർ അതിനുള്ള അനുവാദം ചോദിക്കട്ടെ. അത് രക്തബന്ധമുള്ളവരാണ്. ആ കാര്യത്തിൽ എങ്ങനെയാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡൽഹിയിൽ
ഡൽഹിയില് JNU ഒരു വിദ്യാർത്ഥി കാണാതെ പോയപ്പോ ആ കുട്ടിയുടെ അമ്മ ഫാത്തിമയെ കൊണ്ട് പോയത് യെച്ചൂരിയാണ്. പോലീസ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് സമരത്തിന് പോയത് യെച്ചൂരിയാണ്. എന്ത് രക്തബന്ധമാണുള്ളത് ആ വിദ്യാർത്ഥിയുടെ? ഇവിടെ ഡൽഹിയിലെ JNU കുട്ടിയെ കാണാതായപ്പോൾ പോലീസ് അന്വേഷണം കൃത്യമല്ലാതായപ്പോൾ അതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി സമരമായി പോയവരാണ്. ഇവിടെ പോയവരല്ല. അവിടെ പ്രശ്നം ഉണ്ടായല്ലോ. യെച്ചൂരിയുടെ പേര് കേസെടുത്തോ? ഗൂഢാലോചനയ്ക്ക് ഒരു പ്രശ്നം എടുത്തില്ലല്ലോ. വെറുതെ എന്തിന് ഈ നാണക്കേട് കാണിക്കും? തീർന്നില്ലേ? ഇതൊരു ശീലത്തിന്റെ പ്രശ്നമാണ്. ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ഉടനെ ആദ്യം പോയ വിദേശയാത്രയിൽ ആരാ കൂടെ പോയെന്നറിയോ? ഗൗതം അദാനിയായിരുന്നു. പിന്നീട് പോയത് അംബാനിയും അദാനിയും കൂടെയാണ്. അപ്പോൾ ഈ മുതലാളിമാരെ കൂടെ കൊണ്ടുപോവുക, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, അതാണ് അവിടുത്തെ ശീലം BJPയുടെ. അതുകൊണ്ട് തന്നെ അത് കേരളത്തിൽ വരുമ്പോൾ എന്തോ മുതലാളിമാരുടെ ശീലം തന്നെയാണ് ഇവിടെ നടപ്പാകുന്നതെന്ന് പത്മകുമാറിന് തോന്നുന്നതിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പാടില്ല. കാരണം അവരുടെ ശീലമാണത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് ഈ കോർപ്പറേറ്റുകളോട് കാണുമ്പോൾ ബാക്കി എന്ത് കാണുമ്പോഴും അതിങ്ങനെ സംശയിച്ചുകൊണ്ടേയിരിക്കും. അത് ഒരു കാര്യം. രണ്ടാമത് ഇവിടെ നടന്ന സമരം എന്ന് പറയുന്നത്, സമരം ലാൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യമാണ്. നിവേദക സംഘമാണ് വന്നത് എന്ന് വളരെ വളരെ വ്യക്തമായി ആ സംഘത്തെ നയിച്ചു വന്ന് ശ്രീജിത്ത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇത്ര പേരുണ്ട്, ഞങ്ങൾ നേരെ അവിടെ പോവും, അവിടെ പോയിട്ട് DGPയുടെ മുന്നിൽ പൊതുജനങ്ങൾക്ക് നീക്കി വെച്ച കസേരയുണ്ട്, ആ കസേരയിൽ ഇരിക്കും, നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ കൈ വിലങ്ങ് വെച്ചോളൂ, ഞങ്ങൾ അവിടെ പോയി ഇരിക്കും, കാര്യങ്ങൾ പറയും, അത് കഴിഞ്ഞ് തിരിച്ചു വരും, ഞങ്ങൾ സമരത്തിനല്ല വന്നത് എന്ന് ആ വിഷ്വൽ ഇപ്പോൾ വലിയ അക്രമം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വിഷ്വൽ ഉണ്ടല്ലോ, ഒന്ന് വളരെ ശാന്തമായിട്ടൊന്ന് എടുത്ത് നോക്കണം. കൃത്യമായി ശ്രീജിത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞാണ് അറിയുന്നത് അവിടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ എറണാകുളത്ത് നിന്ന് ഒരു പ്രമുഖനെ കൊണ്ടുവന്നിരുന്നു എന്ന്, മറ്റു പലരെയും കൊണ്ടുവന്നിരുന്നു എന്ന്. അവിടെയാണ് ഈ ഗൂഢാലോചന എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നിവേദനം കൊടുക്കാൻ പോവുക, ഇത്ര പേർക്ക് അനുവാദം വേണമെന്ന് DGPയോട് അനുവാദം വാങ്ങുക, DGP അയച്ച പോലീസ് വണ്ടിയിലേ ഞങ്ങൾക്ക് പോലീസ് വണ്ടിയൊന്നും വേണ്ട, ഞങ്ങൾ നേരെ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയുക, പോലീസിനെ തെറ്റായി ധരിപ്പിക്കുക. ആ തെറ്റായി ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് സമരരൂപം മാറുക, അവിടെ കുത്തിയിരിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ കൂട്ടത്തോടെ DGP ഓഫീസിലേക്ക് കയറണമെന്ന് പറയുക. ഇങ്ങനെ അതിനെയാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്. അതാണ് തെറ്റായ പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ മറ്റൊരു കാര്യം, ഈ കേസിന്റെ കാര്യം പൽപ്പോർ വളരെ വിശദമായി പറഞ്ഞല്ലോ. നമ്മൾ ഇതൊന്നും മറന്നു, ഞാനും മറന്നു പോയിട്ടില്ല, മൈനാജിയും മറന്നു പോയിട്ടില്ല. കൗസർ ബി, ഇസ്രത്ത് ജഹാൻ, ഇങ്ങനെ കുറെ പ്രാണേഷ് കുമാർ, നമ്മുടെ ആലപ്പുഴക്കാരൻ, ഇവരുടെ കഥയെല്ലാം നമ്മൾ മറന്നു പോയിട്ടൊന്നുമില്ല. ഇങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുപോവുക, കൊല്ലുക, ഏറ്റുമുട്ടൽ ഉണ്ടാക്കുക, എന്നിട്ട് ഈ കേസ് തേച്ചു മാച്ച് കളയാൻ ഈ പണിയുടെ ശീലമുള്ള ആളുകൾ, ഈ പണിയുടെ ശീലമുള്ള BJP ശ്രീ മായനായി അപ്രൂവ് ചെയ്യും. അതിനെയാണ് നിങ്ങൾ കോൺഗ്രസ്സുകാർ സഹായിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ കൃത്യമായി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചതാണ്. മാധ്യമങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും മുഖ്യമന്ത്രി എടുത്തു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് ശേഷം കൃത്യമായി മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ബാക്കിയില്ലാതായപ്പോഴാണ്, ഈ വിഷയത്തിൽ ബാക്കിയില്ലാതായപ്പോഴാണ് ആ വാർത്താ സമ്മേളനം അവസാനിച്ചത് എന്നാണ് അത് കണ്ട എനിക്ക് മനസ്സിലായത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നിലപാടുകൾ ഒരേപോലെയുള്ള വിഷയത്തിൽ വ്യത്യസ്തമായി ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ അവതരിപ്പിക്കുന്നത്? ഇതാണ് ഈ ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇന്ന് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേനാൾ രാത്രിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ. വളരെ നന്ദി ഈ ചർച്ചയിൽ ചേർന്നതിന് ശ്രീ PM മനോജ്, ശ്രീ JR പത്മകുമാർ, ശ്രീ മായിൻ ഹാജി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ.